കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡിയുടെ അറസ്റ്റ് അധികാരം കുറച്ചും ജാമ്യവ്യവസ്ഥകൾ ലഘൂകരിച്ചും സുപ്രീം കോടതി. ഒരു പരാതി പ്രത്യേക കോടതി പരിഗണിച്ച ശേഷം കുറ്റാരോപിതരെ PMLA വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. ഇഡിക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വേണമെങ്കിൽ കോടതിയിൽ അപേക്ഷ നൽകണമെന്നും കൃത്യമായ തെളിവുകൾ വേണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിലെ നിരവധി വകുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ED വ്യാപകമായി ഉപയോഗിക്കുന്ന PMLA സെക്ഷൻ 19. ഈ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാനുള്ള EDയുടെ അധികാരം കുറച്ചും പ്രതിക്ക് ലഭിക്കേണ്ട ജാമ്യ വ്യവസ്ഥകൾ ലഘൂകരിച്ചും നിർണായകമായ പരാമർശമാണ് സുപ്രീം കോടതി നടത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള കേസ് പ്രത്യേക കോടതി പരിഗണിച്ച ശേഷം കുറ്റാരോപിതരെ അതേ നിയമത്തിലെ 19ാം വകുപ്പ് ഉപയോഗിച്ച് EDക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സമൻസ് ലഭിച്ചതിനെ തുടർന്ന് ഹാജരാകുന്ന കുറ്റാരോപിതരെ കൂടുതൽ അന്വേഷണങ്ങൾക്കായി കസ്റ്റഡിയിൽ വേണമെങ്കിൽ ED പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകി അനുമതി തേടണം. കുറ്റാരോപിതരുടെ വാദം കൂടി കേട്ട ശേഷമായിരിക്കണം EDയുടെ ഹർജിയിൽ പ്രത്യേക കോടതി ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതെന്നും ജസ്റ്റിസുമാരായ അഭയ് S. ഒക്കെ, ഉജ്ജൽ ഭോയാൽ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. 19ാം വകുപ്പ് പ്രകാരം പ്രതിയെ മുൻപ് അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് അനുവദിക്കാവൂ എന്നും ബെഞ്ച് വ്യക്തമാക്കി. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കസ്റ്റഡി നൽകാവൂ എന്നും സുപ്രീം കോടതി അറിയിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിരവധി പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ച പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി വിധിക്കെതിരെ വന്ന മുൻകൂർ ജാമ്യ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം.